കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ബി.ജെ.പി. തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളുമായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി.ജെ.പി. 15 സീറ്റുകൾ നേടി നിർണായക ശക്തിയാകുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ബി.ജെ.പിയുടെ ഈ അപ്രതീക്ഷിത മുന്നേറ്റം യു.ഡി.എഫിന്റെ അടിത്തറയിളക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വോട്ട് വിഹിതത്തിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്തെ നേമമണ്ഡലത്തിൽ ബി.ജെ.പി. ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ അട്ടിമറി വിജയം നേടുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് കേന്ദ്രീകരിച്ചത് പാർട്ടിയുടെ സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ചെലുത്തിയ സ്വാധീനമാണ് ഈ മുന്നേറ്റത്തിന് ആധാരമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. യു.ഡി.എഫിന്റെ ഉറച്ച വോട്ടുകൾ വലിയ തോതിൽ ബി.ജെ.പിയിലേക്ക് ഒഴുകുന്നുവെന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോലും വോട്ടർമാർ ബി.ജെ.പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റുന്നതിൽ യു.ഡി.എഫ് പരാജയപ്പെട്ടപ്പോൾ ബി.ജെ.പി. അത് കൃത്യമായി ഉപയോഗിച്ചു. ഈ വോട്ട് ചോർച്ച യു.ഡി.എഫിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. വോട്ടുകൾ വിവിധ മുന്നണികൾക്കിടയിൽ ഭിന്നിച്ചു പോയത് യു.ഡി.എഫിന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും. ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് മാറിയതും കോൺഗ്രസിന് തിരിച്ചടിയാണ്. പല മണ്ഡലങ്ങളിലും ബി.ജെ.പി. പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കാരണമാകുന്നുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. ഈ സ്പോയിലർ എഫക്ട് മൂലം എൽ.ഡി.എഫ്. പലയിടത്തും വിജയിച്ചു കയറാനും സാധ്യതയുണ്ട്. 73 സീറ്റുകൾ വരെ നേടി എൽ.ഡി.എഫ്. അധികാരം നിലനിർത്തിയേക്കാമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുമ്പോഴും ബി.ജെ.പിയുടെ വോട്ടുകൾ യു.ഡി.എഫിന്റെ പരാജയത്തിന് ആക്കം കൂട്ടുമെന്നതാണ് വസ്തുത. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പി. കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കുകളും നേതൃത്വത്തിലെ ആശയക്കുഴപ്പങ്ങളും വോട്ടർമാരെ അകറ്റിയപ്പോൾ വ്യക്തമായ വികസന അജണ്ടയുമായി ബി.ജെ.പി. മുന്നേറുകയാണ്. വോട്ടെണ്ണൽ കഴിയുമ്പോൾ കേരളത്തിൽ ബി.ജെ.പി. നിർണായകമായ മൂന്നാം ശക്തിയായി ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. യു.ഡി.എഫിന് അതിന്റെ പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ റിപ്പോർട്ടുകൾ. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിയാത്ത വിധം ദുർബലമായ ഒരു നേതൃത്വമായി കോൺഗ്രസ് മാറി. കോൺഗ്രസിന്റെ വോട്ടുകൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് ഒഴുകുന്നത് കാണിക്കുന്നത് ജനങ്ങൾ വികസനത്തിനും ദേശീയതയ്ക്കും മുൻഗണന നൽകുന്നു എന്നതാണ്. എൽ.ഡി.എഫിന് ഭരണ തുടർച്ച ഉണ്ടാക്കിയാൽ അത് അവരുടെ വലിയ മികവ് കൊണ്ടല്ല, മറിച്ച് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് കൊണ്ടാണ്. ബി.ജെ.പി. പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ അവസാനത്തെ ആണിയാണ്. 15 സീറ്റുകൾ വരെ ബി.ജെ.പി. നേടുമെന്ന പ്രവചനം യാഥാർത്ഥ്യമായാൽ വരും കാലങ്ങളിൽ കേരളത്തിൽ മത്സരം ബി.ജെ.പിയും എൽ.ഡി.എഫും തമ്മിൽ മാത്രമായിരിക്കും. ചുരുക്കത്തിൽ ഇടത് വലത് മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർത്ത് ബി.ജെ.പി. കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുകയാണ്. കോൺഗ്രസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അതിവേഗം അടുക്കുന്നു എന്നതിലേക്കാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തെ കേരളം നെഞ്ചേറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വിളംബരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം.